ഹേ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മുടെ ഫെയർവെല്ലാണ്. അപ്പൊ ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മുടെ ഫെയർവെല്ലാണ് കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പൊ ഗായ്സ്, ഞാൻ രാവിലെ 10:30ക്കാണ് പരിപാടിക്ക് എത്തുന്നത്. 10 മണിക്കുള്ള പരിപാടിക്ക് കിട്ടോ. അങ്ങനെ ഞാൻ എത്തിയപ്പോൾ ഷിജാസ് കേക്ക് കൊടുന്നിട്ട് ടേബിൾമ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ്. അങ്ങനെ പിന്നെ നമ്മുടെ അമൽ ഞങ്ങളുടെ ബ്രൈഡാണ് കേട്ടോ. ജൂലൈ 17 അമലിൻ്റെ നിക്കാഹാണ്. അപ്പോൾ ആളെ നടുവിരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു കുഞ്ഞൊപ്പന കളിച്ചിട്ട് രാവിലെ തന്നെ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് ഞാൻ വോളിയം ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഇടയ്ക്ക് ചെറിയ വിക്കലൊക്കെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു മൊമെൻറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ സ്പീച്ച്ലെസ് ആണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഇല്ലുമിനാറ്റി സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സലീം താഴത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇലുമിനാറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ട് കളിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ട്രൈപോഡ് എടുത്ത് സ്റ്റേജിൻ്റെ മേലെ നിന്നിട്ട് പോസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ട് ഞാൻ പോസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓടിവിൽ ഗായ്സ് പോസ് ചെയ്ത് തരാം കേട്ടോ വീഡിയോക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ മറ്റേ പാട്ടില്ലേ, മാണിക്കച്ചിറകുള്ള മരത്തക്കുറി, ആ പാട്ട് വെച്ച് ഞാൻ എല്ലാവരെ കൊണ്ടും പരമാവധി പാടിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും വന്നു. പിന്നെ ഷെയ്ദ് സാറ് വന്നു. അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് പരിപാടി തുടങ്ങിയത്. പ്രോബ്ലം എന്നൊക്കെ അങ്ങനെ പിന്നെ ഞാനാണ് ഗൈസ് ആങ്കറിങ് കേട്ടോ. ഞാനെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആങ്കറിങ് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളുടെ എല്ലാമായ എൽസ മാമിനെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കണം. അതിനുശേഷം ഞങ്ങൾ അസ്ന മാമിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസ്ന മാമിൻ്റെ വക ഒരു കുഞ്ഞു സ്പീച്ച് ഉണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ വിധു സാറിനെ ഇൻവൈറ്റ് ചെയ്തു. വിധു സാറിൻ്റെ വകയും സ്പീച്ച് ഉണ്ടായിരുന്നു. ഞങ്ങളെ മെൻറ്ററാണ് കേട്ടോ. ദെൻ അതിനുശേഷം ഞങ്ങൾ എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും ഒരു വീഡിയോ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്ലേ ചെയ്യായിരുന്നു കേട്ടോ. ഓരോ ഫാക്കൽറ്റീസിൻ്റെ വേർഡ്സും ഭയങ്കര സ്പെഷ്യലാണ്. ദെൻ തജ്മൽ സാറിനും ഇർഫാൻ സാറിനും കിട്ടിയിട്ടുള്ള ആ ഒരു അവരുടെ വീഡിയോ അത്രക്കും വെറൈറ്റി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇതാണ് നമ്മുടെ സുധീർ ബാബു സാർ കേട്ടോ. അപ്പോൾ സാറിൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള കാരണം എല്ലാവരും ഇതെന്താ കഴിയാത്തതെന്നുള്ള രീതിക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ അവർ ഭംഗി കിട്ടില്ല മാത്രം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മുഹമ്മദ് സാറാണ്. അപ്പോൾ മുഹമ്മദ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർ എപ്പോഴും പറയാറുള്ള വാക്കാണ്, അപ്പം ഇങ്ങനെ സെറ്റ് അല്ലേ, അതാണ് സാറിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ അതിന് ശേഷം ആദർശ് സാറിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് മക്കളെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എൻട്രി ഷെയ്ദ് സാറിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നത്തേതുണ്ടായിരുന്നത് പ്ലേ ചെയ്തത്. ഭയങ്കര വമ്പൻ റിപ്ലൈ ആയിരുന്നു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം വരും ആ ഒരു സർപ്രൈസ്. ദാ ബാക്കിലിരിക്കുന്നു. അപ്പോൾ സാർ ഇപ്പോൾ ഒരു ആക്ഷൻ കാണിക്കണം. ഞാൻ അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നൊരു ബർത്ത്ഡേ ബോയ് ഉണ്ട്. അപ്പോൾ ഇന്ന് അജ്മലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അജ്മലും സാറും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ഇതിന് മുന്നും ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. അത് എൽസ മാം കട്ടിങ് ഒക്കെ കഴിഞ്ഞ ശേഷം എൽസ മാം കേക്ക് എല്ലാവർക്കും കൂടി കട്ട് ചെയ്യണതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ സാർ എല്ലാവരുടെയും വായിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്.
അതിന് ശേഷമാണ് സമയം കട്ട് ചെയ്യാൻ നിന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ വീഡിയോ ഫസ്റ്റാണ് വന്നിട്ടുള്ളത്. അങ്ങനെ മിസ് എൻ്റെ വായിക്ക് വെച്ചെന്നു. പക്ഷേ വീഡിയോ നമുക്ക് മുഖ്യമാണ്, അപ്പോഴും വീഡിയോ എടുക്കണം. അങ്ങനെ എല്ലാവരും കേക്ക് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ അബണ ചേച്ചിയും പിന്നെ ബാസിത്തും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സ്വന്തം റീനു മാം കളത്തിലിറങ്ങിയിട്ട് കേട്ടോ സ്പീച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കുറിച്ചിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ റീനു മിസ് യു അഗൈൻ മിസ് കേക്ക് കഴിക്കുകയാണ്. എൽസ മിസ്സും കേക്ക് കഴിക്കുകയാണ്. മിസ്സിന് നാളെ കൂടി കഴിക്കാൻ പറ്റില്ല മിസ്സിനെ. പിന്നെ അടുപ്പത്ത് വിധു സാറുണ്ട്. സാറ് കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കാം. മാം സാർ കഴിക്കുന്നു പറയുന്നു കേട്ടോ. പിന്നെ റീനു മിസ്സിൻ്റെ മുഖത്ത് ഷിജാസ് കേക്ക് തേക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ മിസ്സിനോട് പറയും മിസ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു തേക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ അതിന് ശേഷം പിന്നെ എല്ലാവരും കൈയൊക്കെ പോയി കഴുകി വന്നു. എല്ലാവരും തിരിച്ച് ക്ലാസ്സിലെത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ സാധാരണ തലക്കിട്ട് അടിച്ച് കളിക്കാൻ കേട്ടോ. പിന്നെ നമ്മളെ റീനു മിസ് എല്ലാവരും അറിയുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ മിസ് എല്ലാവരും പേര് പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മിസ് എല്ലാവരും ഇങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ മിസ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി തരുന്നു കേട്ടോ. എല്ലാവരോടും മിസ്സിന് പറയാനുള്ള ഇങ്ങനെ പറയാണ്. അപ്പം എന്നോട് ബാക്കി പറയാനുള്ള ഞാൻ പേഴ്സണലായിട്ട് പറയാന്ന് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പോരട്ടെ സാറ് ഗൈസ് കൈ പൊന്തിക്കണം 18 വയസ്സായിട്ടുള്ള ആർക്കൊക്കെ എന്ന് പറയുമ്പോൾ. പിന്നെ അതിന് ശേഷം മിസ്സിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പം മിസ്സിന് എൻ്റെ അടുത്ത് വന്നിരുന്ന് പാട് എന്നൊക്കെ മിസ്സ് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മിസ്സിൻ്റെ കൂടെ ഇരുന്ന് പാടിട്ടോ. ആ ഭാഗം വന്നപ്പോൾ ഞാൻ മിസ്സിനെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് കൊഞ്ചിക്കില്ല അതേപോലെ ഞാനിങ്ങനെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രശസ്ത ഗായകനായ അഭിദൂതിൻ്റെ പാട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യടാ. ഇന്നത്തെ അഭിദൂതിൻ്റെ പാട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ എൽസ മാമിന് ഞങ്ങൾ ഫ്രെയിം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ദേവു മിസ്സിനെ വരച്ചതാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം ഈ ഫ്രെയിം കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വോൾ ക്ലാസ് ഒരു ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിസ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഗായ്സ് മിസ്സിന് കണ്ണ് നിറഞ്ഞു പോയിട്ടോ. മിസ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ മിസ് ഗായ്സ് കരഞ്ഞു പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മിസ്സിനെ അവസാനം ഇതിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ.
അയ്യേ മിസ്സ് കരയണോ എന്ന് പറഞ്ഞിട്ട് മിസ്സ് കരയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മിസ്സ് അത്രക്കും ഹാപ്പി ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ റീനു മാമിനും വിധു സാറിനും ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ വിധു സാർ ഇടക്കിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് റീനു മിസ്സിൻ്റെ എന്താണെന്നുള്ളത് ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് നോക്കി എത്തിച്ചിട്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഭാഗം മൊത്തം ഞാൻ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ അത് കാരണം സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മിസ്സിനോട് വന്നിട്ട് പറയുകയാണ്, മിസ്സ് കാർഡിലൊന്ന് വായിക്കുമെന്ന് കേട്ടോ. അപ്പോൾ മിസ്സും സാറും കാർഡിലുള്ള നമുക്ക് വായിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചിനോട് വന്ന് പറയാം ഫുഡ് കഴിക്കാനുള്ള ടൈമായി, അപ്പോൾ എല്ലാവരും ലൈനപ്പ് ആയിട്ട് പോകാൻ വേണ്ടി പറയണം എന്ന് എന്നോട് പറയണം കേട്ടോ. അങ്ങനെ എല്ലാവരും ഒടുവിൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിരുന്നു കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കുക. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ശേഷം ബർത്ത്ഡേ ബോയുടെ പാട്ട് എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബട്ട് അജ്മൽ പറഞ്ഞു അവൻ കുറച്ച് കഴിഞ്ഞിട്ട് പാടാമെന്ന്. അപ്പോൾ ഞാനവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് വൈബടിക്കുകയാണ് കേട്ടോ റിസ്വാനത്താനായിട്ട്. അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ പാട്ടാണ് ഉണ്ടായിരുന്നത് ആദ്യം. ആൻഡ് ഗായ്സ് അവസാനം നമ്മൾ ബർത്ത്ഡേ ബോയ് പാടി. ബട്ട് ശബ്ദം കുറവായിരുന്നു. നമ്മുടെ ശ്യാമാംബരം എനിക്ക് ആ പാട്ടറിയില്ല. ആ പാട്ടാട്ടോ പാടിയത്. പിന്നെ അതിന് ശേഷം ഞങ്ങളുടെ ക്ലാസ്സിലത്തെ ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ ശ്രീയുടെ പാട്ട് കേൾക്കണ്. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ. ആ പാട്ടേ ഞങ്ങളെല്ലാവരും വൈബടിക്കണം നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഷിജാസിൻ്റെയും ലിയാസിൻ്റെയും പിന്നെ വൈഷ്ണവിൻ്റെയും വക മിസ്സിനൊരു പാട്ടുണ്ടായിരുന്നു. മറ്റേ പാട്ടില്ലേ സിന്ദൂര പൊട്ട് തരുമ്പോൾ, ആ പാട്ടാ പാടിയത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചേച്ചി ഞങ്ങളുടെ മിസ്സിൻ്റെ അമ്മ നല്ല ബേക്കറാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഇത് നമ്മുടെ അതുലാണ്. അപ്പോൾ അതുലിൻ്റെ വക പാട്ടുണ്ട്. അപ്പോൾ അതുൽ പറഞ്ഞു ഞാൻ മൈക്കൊന്നും വേണ്ട, മൈക്കില്ലാണ്ട് പാടിക്കൊണ്ട്. അപ്പോൾ അതുലിൻ്റെ വകയുള്ള പാട്ട് കേൾക്കാൻ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
ഫ്രണ്ടിലിരുന്ന് വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ഗായ്സ്, ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വോയിസ് ഞാൻ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, അത് കാരണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാനും ഹാനയും കൂടിയിട്ട് ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ വൈബടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഹാനെയും വൈബടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഹാനെ പേടിച്ച് നിൽക്കുകയാണ് എനിക്ക് എന്ത് സ്റ്റെപ്പ് കിട്ടും എന്നുള്ള രീതിക്ക്. സംഭവം വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അവസാനം മാറി മാറി വന്നപ്പോൾ ചിരിച്ചൊരു വിധായി. ഞാനും പിന്നെ ഹാനയും മൊത്തത്തിൽ ക്ലാസ് മൊത്തം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഗെയിം തുടങ്ങിയപ്പോൾ മുതൽ. ഹാനൊക്കെ നാടായി ഗായ്സ്. അപ്പം ഹാന കളിക്കേട് ഗായ്സ്. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു 3ാമത്തെ ട്രിപ്പാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ ഞങ്ങളെ മാം ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പായിരുന്നു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഭയങ്കര കോമഡി ആയിട്ടുള്ള സ്റ്റെപ്പ് കേട്ടോ. എല്ലാവരും ചിരിച്ച് വയ്യാണ്ടായിട്ടോ. ലാസ്റ്റ് എത്തിയപ്പോൾ പ്ലെയിങ് കീസ് ഒന്നുമില്ല ലാസ്റ്റ് എത്തിയപ്പോൾ കേട്ടോ. മിസ് ഒന്നുകൂടി കളിക്കി നോക്കട്ടെ എന്നുള്ള രീതിക്ക് മിസ് നിൽക്കാം. മിസ് പിന്നെ അതിന് ശേഷം ഷെയ്ദ് സാറ് വന്നതെല്ലാം കഴിയുമ്പോഴത്തേനും ഷെയ്ദ് സാറിന് വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ദ് സാറ് വന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞപ്പോഴുള്ള രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാട്ട് പാടി കേട്ടവരാരും ജീവിച്ചിരിപ്പില്ലാതെ ഇങ്ങനെ പറയാം. മിസ്സിനോട് പറയാം. മിസ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇതേ ഡയലോഗല്ലേ മിസ്സിനോടും പറഞ്ഞെന്നിങ്ങനെ പറയാം. അങ്ങനെ സാറ് കറങ്ങിത്തിരിഞ്ഞ് റീനു മിസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഗായ്സ് പാട്ട് പാടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് സാർ ഒരു പാട്ടല്ലെങ്കിൽ ഡാൻസ് കളിക്കുക എന്നുള്ളത്. പക്ഷേ സാർ ഒരു പൊടിക്ക് സമ്മതിച്ച് തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആങ്കറിങ് ഒക്കെ ഞാനായതുകൊണ്ടും ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ ഞാൻ പറയുകയാണ്, അടുത്ത നമുക്ക് നമ്മുടെ ഒരു ജേർണി സ്റ്റാർട്ടിങ് ടു എൻഡിങ് കാണാമെന്ന് കേട്ടോ. അങ്ങനെ വീഡിയോസ് പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മൂവി സോങ്സ് ആയ കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കാരണം നമുക്കത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എല്ലാവരും ആസ്വദിച്ചിങ്ങനെ ഇരുന്ന് കാണുകയാണ് ഗായ്സ്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. ഇതിപ്പോൾ ഇർഫാൻ സാറിൻ്റെ വീഡിയോയിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അരുണിൻ്റെ ബർത്ത്ഡേ ഒരേ ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം അരുൺ പാടുന്നത് അന്നാണ് കേട്ടോ. അതിനുള്ള ക്രെഡിറ്റ് എനിക്കാണ് കേട്ടോ ഗായ്സ് ഉള്ളത്. ലൈഫിൽ ഫസ്റ്റ് ടൈം അവൻ പാടുന്നത് അന്നാണ്. അപ്പോൾ അതിനുള്ള ക്രെഡിറ്റ് എനിക്കാണ് ഗായ്സ്. അതും ഷെയ്ദ് സാറിൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ. ഷെയ്ദ് സാർ ഫസ്റ്റ് ടൈം നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഇതിലത്തെ ഓരോ മൊമെൻറ്റ്സും ഭയങ്കര മെമ്മറബിൾ ആൻഡ് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആണ്. ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെറുതായ വിഷമമൊക്കെ വരുന്നുണ്ട്, ചെറിയ സന്തോഷമുണ്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി കേട്ടോ. ഇത് ഞങ്ങളുടെ ഫുഡ് ഫെസ്റ്റിനെടുത്ത വീഡിയോ ആണ് കേട്ടോ. ആയിഷ് നിന്നിട്ട് ഐസ്ക്രീം വിൽക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് ഷെഫ്നയുടെ വീഡിയോ, ഹാനയുടെ വീഡിയോ,
ഇത് ഞങ്ങളുടെ വുമൻസ് ഡേ സെലിബ്രേഷൻ്റെ അന്നെടുത്ത വീഡിയോ ആണ്. ഈ ഒരു ഭാഗം പാട്ടിലാണ് ഇങ്ങനെ ജസ്റ്റ് കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുക, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. ആൻഡ് ഇത് ഞങ്ങളുടെ ഇഫ്താർ മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു വീഡിയോ ആണിത്. അന്നത്തെ ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷെഫ്നയുടെ പാട്ടുണ്ടായിരുന്നു. ബട്ട് ഷെഫിനെ അന്ന് ഭയങ്കര പേടിച്ചിട്ടാണ് ഗൈസ് നിൽക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾ ഇഫ്താറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഷെഫിനൊക്കെ ഞാൻ കമ്പനി കൊടുക്കാൻ വേണ്ടി എന്നെ അടുത്ത് കൊണ്ടേ നിർത്തിയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ സാർ ഇത് ആരിത് നമ്മുടെ ഷെഫിനത്തല്ലേ പാടുന്നതെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗായ്സ്. ഞാൻ അവസാനം നല്ല കരച്ചിലായി. അപ്പോൾ എൻ്റെ കരച്ചിൽ കഴിഞ്ഞ് വന്നപ്പോൾ ധ്യാൻ എന്തോ പറയാനെന്ന് പറഞ്ഞപ്പോൾ ധ്യാൻ ഇങ്ങനെ പറയാണ്, എല്ലാവരും കോണ്ടാക്റ്റ് വെക്കണം, പിന്നെ എല്ലാവരും കല്യാണത്തിന് വിളിക്കണം, അല്ലെങ്കിൽ ഫുഡ് മിസ്സാവും എന്നൊക്കെ കേട്ടോ. ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഗായ്സ് ഞാൻ മൈൻഡിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഐ ആം ഗോണ മിസ് യു ഓൾ ഗായ്സ്. പിന്നെ അതിനുശേഷം സാറ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്, നിങ്ങളെപ്പോഴും കോണ്ടാക്റ്റ് വെക്കണം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് മിസ് ചെയ്ത് പോകുന്നുള്ളത്. പിന്നെ ഞാൻ കരുണേനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞതിനെ കുറിച്ചിട്ടുമാണ് സാറ് പറയുന്നത്. അവളുടെ ഫീലിങ്സ് അവള് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ ചേച്ചി ഇതിങ്ങനെ ചേച്ചി നമ്മളിങ്ങനെ കുറെ ഞാനടക്കം അവൾ ബാക്കിൽ ഫണ്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫാക്ട് എന്താണെന്ന് അറിയാം. ഓക്കെ, അവർക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവും. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവും. റൈറ്റ്, ബാക്കിയുള്ളവർ എപ്പോഴും അറിയാമല്ലോ, ബാക്കിയുള്ളവർക്കും ആ ഡെപ്ത് ഉണ്ട്. പക്ഷെ പോയി കഴിഞ്ഞിട്ട് ആ ഡെപ്ത് അറിയാം. പോയി കഴിഞ്ഞിട്ട് ആ ഡെപ്ത്. പിന്നെ ഗായ്സ് സാറിൻ്റെ വൈഫിനെ സാർ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നു. ഇതാണ് ഞങ്ങളുടെ ഷെയ്ദ് സാറിൻ്റെ വൈഫ്. പിന്നെ നമ്മുടെ അപ്പണ്ണ ചേച്ചിയുടെ ബേബിനെ ചേച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊടുന്നു. കുഞ്ഞി കിടന്ന് ഓട്ടി കളിക്കാണ്. കുഞ്ഞ് വന്നപ്പോൾ ഒന്നും കൂടി നല്ല വൈബായിട്ടോ പരിപാടി. ചേച്ചി കുഞ്ഞിയുടെ ഞാൻ ഓടി കളിക്കാണ്. കുഞ്ഞ് മൈക്ക് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ്. അയ്യോ ഓളിട്ടിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഒരു പാട്ട് വെച്ചപ്പോൾ കുഞ്ഞ് കിടന്ന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഏതാ പാട്ടെന്നൊന്നും എനിക്കറിയില്ല. നല്ല അടിപൊളിയായിരുന്നു. പാട്ടിനനുസരിച്ചിട്ട് തന്നെ ആൾ നന്നായി ആടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ബാക്ക്ഗ്രൗണ്ടിൽ ഓടിയിട്ടുണ്ട് കേട്ടോ ആളുടെ സ്റ്റെപ്പ് കണ്ടിട്ട്. കണ്ടില്ല ക്ലാസ്സിലത്തെ ഒരു ബഹളം ഗായ്സ്. നിങ്ങൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ സാറ് ആളെ കയ്യിലിരുത്തിയിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ആളടുത്ത് നിന്നിട്ട് ഭയങ്കര തുള്ളിച്ചാടിയാണ് ഗായ്സ്. അങ്ങനെ പിന്നെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. ആൻഡ് ഐ ഗോണ മിസ് യു ഓൾ ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ